നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്താ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു അപകട മരണമായിരുന്നു പേരാമ്പ്രയിൽ സംഭവിച്ച ഒരു കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച വിഷയം. തുടക്കത്തിൽ അതൊരു സാധാരണ അപകടമെന്ന് മാത്രം കരുതി പോന്നു. പക്ഷേ മുമ്പോട്ട് അന്വേഷണം പോയപ്പോൾ ഒരുപാട് ദുരൂഹതകൾ അതിൽ ബാക്കിയാക്കി. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ആ സംഭവം ഗർഭിണി സ്വയം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭർത്താവിനെ കൊല്ലാനുള്ള ഒരു ശ്രമം നടത്തിയെന്ന തരത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത സമീപകാലത്തായിട്ട് ഒരുപാട് വിചിത്രമായ കൊലപാതക രീതികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു വീടിൻ്റെ കതക് പിടിക്കുന്ന തുറക്കുന്ന ഹാൻഡിലിൽ പുറത്തു നിന്ന് വൈദ്യുതി കടത്തി വിട്ടു. അതായത് മീറ്റർ ബോർഡിൽ നിന്ന് വയർ വലിച്ച് ഇതേ കൊണ്ടുവന്ന് പിടിപ്പിച്ചു. അകത്തു നിന്നൊരു പയ്യനെ തുറക്കുക, അവൻ ഷോക്ക് അടിച്ചു വീണു, മരിച്ചില്ല എന്തായാലും, അത് ബാക്കി. അതുപോലെ നമുക്കറിയാം ഉത്ര കൊലക്കേസ് കേരളം നടുങ്ങിയ ഒരു കൊലക്കേസ്. എന്താണ്, ഒരു പാമ്പ് കടിച്ചുള്ള ഒരു മരണം, ഒരു കുട്ടിക്ക് പാമ്പ് കടിച്ച് മരിക്കുന്നു. അത് പിന്നീടാണ് അറിയുന്നത് എങ്ങനെയാണ് അതിനെ ഭർത്താവ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്നു. പക്ഷേ അവിടെ പാമ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അതിന് മുൻപ് പലപ്പോഴും വീട്ടിനകത്ത് അവിടെ എവിടെയും പാമ്പിനെ കൊണ്ടിടുന്നു. എന്നിട്ട് ഈ വിവരം ഈ പെണ്ണ് തന്നെ എൻ്റെ വീട്ടുകാരെ വിളിച്ചു പറയുന്നു, വീട്ടിനകത്തെല്ലാം പുറത്ത് പാമ്പാ, പേടിയാ, ചേട്ടൻ അതിനെ തല്ലിക്കൊന്നു കൊണ്ടു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നടന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിനകത്തൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഒരു ഒറ്റ ചോദ്യത്തിന് മുന്നിലാണ് അന്ന് ഈ പ്രതി പിടിയില്ല, ഉത്ര കൊലക്കേസിലെ പ്രതി പിടിയില്ല, അയാളുടെ പേര് മറന്നുപോയി. അപ്പോൾ അയാളോട് എന്താ പറഞ്ഞത്? അയാളോട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവൻ്റെ നിപ്പിലും നടപ്പിലും നീ എന്നാ ബാഗിനകത്ത് എന്തോടാ കൊണ്ടുവന്നതെന്ന് മാത്രമേ ചോദിച്ചു. അപ്പോഴത്തേക്ക് ഇവൻ തത്രച്ചു. മൊത്തത്തിൽ പുഷ്പകുമാർ എന്ന് പറയുന്ന SHO ആയിരുന്നു. നമ്മുടെ അന്നത്തെ വാർത്തയും അതിൽ ഒരുപാട് വഴിത്തേയുമായിരുന്നു. അതെ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് ഇങ്ങനെ ഈ SHO ഇങ്ങനെ ചോദിക്കുന്ന ഉടനെ ഇവൻ തത്രച്ചു, ഇവൻ ആ പാടെ പ്രശ്നം. അവിടെ വെച്ചാണ് ഇവന് പിടി വീഴുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കേസ്, ഇപ്പോൾ നമ്മൾ സോന എന്നാണ് ആ പെൺകുട്ടിയുടെ അല്ലേ, ഈ കുട്ടി 5 മാസം 6 മാസം കൊണ്ട് ഗർഭിണിയാണ്. 6 മാസം ഗർഭിണിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ദുരൂഹത വരാനുള്ള കാരണം കാർ ഒരു കാരണവശാലും ബാക്കിൽ നിന്ന് തീ പിടിക്കത്തില്ല. അതെ, കാറിനകത്ത് എപ്പോഴും തീ പടരുന്നത് എഞ്ചിൻ്റെ ഭാഗത്തുനിന്നാണ്. അപ്പോൾ ഈ കാറ് തീ പിടിക്കുമ്പോൾ തന്നെ ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവൻ 60% പൊള്ളലോടെയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായും രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോഴും അത് ക്രിട്ടിക്കലാണ്. അപ്പം കാറിന് ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ട് തീ പിടിക്കുകയായിരുന്നെങ്കിൽ എങ്ങനെ ഇവർക്ക് രക്ഷപ്പെടായിരുന്നു? അത് മാത്രമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇയാൾ ആദ്യം ശ്രമിക്കുക തൻ്റെ ഭാര്യയും അതിൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും രക്ഷപ്പെടുത്താനായിരിക്കും. ഒരു പുരുഷനായിട്ടുള്ള ഒരാൾ സ്വയം രക്ഷപ്പെടാൻ അല്ല ശ്രമിക്കും. പക്ഷെ ഇയാൾ രക്ഷപ്പെട്ടത് ഈ പുറകിൽ നിന്ന് തീ പടരുന്നു, ഇയാൾ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പോഴത്തേക്ക് മൊത്തം കത്തിപ്പോകുന്നു. അപ്പോൾ അന്ന് നമ്മൾ ആദ്യം വിചാരിച്ചത് എന്താണ്, കാറിന് തീ പിടിച്ചു, ഈ യുവതി മരിച്ചു, അത് ഭർത്താവ് പിന്നെ പൊള്ളലുകളോടെ രക്ഷപ്പെട്ടു. രണ്ടാമത് നമ്മൾ വിചാരിച്ചത് ഇയാൾ ആ പെണ്ണിനെ കാറിനകത്തിട്ട് കത്തിച്ചതാണ്. അതെ, ആ രീതിയിലാണ്. പക്ഷേ ഇന്നാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ഒന്ന് ആലോചിച്ചേ, ആ യുവതി തന്നെയാണ് ഈ കാർ കത്തിച്ചതെന്ന് പറയും. അല്ല, അത്തരം ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. പക്ഷേ സാഹചര്യ തെളിവുകൾ അത്തരം ഒരു ഇതിലേക്കാണ്, നിഗമനത്തിലേക്കാണ് എത്തിക്കുന്നത്. പോലീസ് അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് വരും. അത് ഇനിയും വരും, പുറകെ വരും. ഇനി ഫോറൻസിക് പരിശോധനയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് വരും. അപ്പോൾ അങ്ങനെ ഈ കുട്ടിയുമായിട്ട് കടയിൽ പോയിട്ട് അവർ തിരിച്ച് വീട്ടിൽ പോയി ആ കുട്ടിയെ ഇറക്കി വിട്ടതിന് ശേഷമാണ് വരുന്നത്, പിന്നീട് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് ഈ പെട്രോൾ വാങ്ങിയത്. അല്ല, ഇവർ ആദ്യം ഈ പെൺകുട്ടിയുടെ കസിനും കൂടി പുറത്ത് പോയ സമയത്താണ് പെട്രോൾ വാങ്ങുന്നത്. അപ്പൊ ഈ കസിൻ അറിഞ്ഞിരുന്നില്ല ഈ മറ്റൊരിടത്തേക്ക് പോകുന്ന അവരോട് പറയാതെ ഈ പെൺകുട്ടി സ്വയമേ പോയിട്ട് പെട്രോൾ വാങ്ങി വരികയായിരുന്നു. അത് ഈ കാറിനകത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പം എന്തിനാണ് ഈ കുട്ടിക്ക് പെട്രോൾ എന്നുള്ളത് ഇനിയും ഈ ഭർത്താവിനോട് ചോദിച്ചെങ്കിലേ അറിയത്തുള്ളൂ. അയാൾ അറിഞ്ഞിട്ടാണോ ഇത് വാങ്ങിയത്? അയാൾ അറിയാതെ കാറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെ, കാറി വെച്ചു എന്ന് മാത്രമല്ല, വെറുതെ ഒരാൾ പോയി പെട്രോൾ മേടിച്ചുകൊണ്ടൊന്നും കാറി വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്ന നിഗമനം ഈ പെൺകുട്ടി തന്നെ തീ കൊളുത്തി എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതിനല്ലാതെ വേറെ മാർഗമൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തിന് ഈ കുട്ടി സ്വയം തീ കൊളുത്തി, ആ കൂട്ടത്തിൽ ഭർത്താവിനെ കൂടി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ഒരു സംശയം ഉയരുന്നതിൻ്റെ കാരണം ഈ കുട്ടിക്ക് ആ ഭർത്തൃ വീട്ടിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളാണ്. അതിൻ്റെ പീഡനങ്ങളെക്കുറിച്ച് ഈ കുട്ടി ഈ മുമ്പ് നമ്മൾ പറഞ്ഞ ഈ കുഞ്ഞമ്മയുടെ മകളോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പോൾ അത്രമാത്രം സഹിച്ചുകൊണ്ടാണ് ഒരു മാതിരിപ്പെട്ട സ്ത്രീകളാരും തന്നെ
ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു അവസരത്തിൽ ഇത്തരം മാത്രമല്ല കുഞ്ഞിന്റെ പിതൃത്വത്തിൽ സംശയിച്ച് DNA പരിശോധന നടത്തണമെന്നൊരു DNA പരിശോധന നടത്തണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഈ ബന്ധുവായിട്ടുള്ള പെൺകുട്ടി വെളിപ്പെടുത്തിയത്. അപ്പോൾ അത്രയ്ക്ക് ആ കുട്ടി അവിടെ സഹിച്ചിട്ടുണ്ട്. ആ യുവതി അത്രത്തോളം അവിടെ സഹികെട്ട് സ്വന്തം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനല്ല താൻ എന്ന് സ്വന്തം ഭർത്താവ് തന്നെ പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന് തോന്നിക്കാണും. ഇതിൽ മറ്റൊരു വസ്തുത, ഇവർ പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ്. വലിയ കോലാഹലം ഉണ്ടാക്കി വിവാഹം കഴിച്ചവർ അല്ലേ. എല്ലാം എന്താ പറയുന്നത്, പ്രണയമാണെങ്കിലും ശരി, അറേഞ്ച്ഡ് വിവാഹമാണെങ്കിലും ശരി, ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഈ ഒരു ചെറിയ ഒരു സംഭവം മതി എന്തെങ്കിലും ചെയ്യാൻ. അവരെന്തായിരിക്കും പിന്നീട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാനും സാധിക്കില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പം ന്യൂജൻ തലമുറയുടെ പോക്ക് അല്ലേ. അതെ, മാത്രമല്ല ഇതിലെനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ നമ്മളെ വേണ്ട എന്ന് അതിൽ ഈ രജിൻലാല് ഈ സോനയെ ഉപേക്ഷിക്കാൻ, വിവാഹം ചെയ്യാൻ വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ. എന്നിട്ടും സോന കേസ് കൊടുക്കുകയും ആ കേസ് കാരണം ഇവന് പുറത്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ അപ്പോൾ എന്താണ്, ഇവളെ വിവാഹം ചെയ്തപ്പോൾ കേസ് പിൻവലിച്ച് പുറത്തു പോകാൻ അവന് അവസരം ഒരുങ്ങി. അപ്പം വേണ്ടാത്ത ഒരാളെ പിന്നെയും നമ്മൾ എന്തിനാണ് പുറകെ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ആദ്യം ഈ ഭർത്താവിനെ സംശയിച്ച് പക്ഷേ ഭർത്താവ് രക്ഷപ്പെട്ടപ്പോഴത്തേക്ക് നന്നായിട്ട് കത്തിപ്പോയി. അയാൾ തന്നെ കത്തിക്കാനുള്ള ഒരു നീക്കമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുൻകരുതലൊക്കെ എടുത്തല്ലേ ചെയ്യത്തുള്ളൂ. അതെ, ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ യുവതിയെ സംശയിക്കുന്നത്. കാറിനകത്ത് വെച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുക, കാറും കത്തി പൊട്ടിത്തെറിച്ച് ഭർത്താവ്, കാറ് മുൻഭാഗം ഒന്നും ശരിക്കും ബോണറ്റ് ഒന്നും തീ പിടിച്ചിട്ടേ ഇല്ല, അകത്തെ സീറ്റ് മാത്രമല്ല പിടിച്ചത്. അതെ, ആ പുറകിലേക്കാണ് തീ പടർന്നിരിക്കുന്നതെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻകരുതലോടെ ഈ പെട്രോൾ എന്തിനാണ് എന്ന് മറ്റേ കുട്ടി കാണാതിരിക്കാൻ വേണ്ടിയാണ് അത് കാണാതെ പോയി പെട്രോൾ വാങ്ങിക്കൊണ്ട് വന്നത്. ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ CCTV ദൃശ്യങ്ങൾ മൊത്തം വന്നിട്ടില്ലേ. അതെ, ഒന്ന് ഇതിനകത്തു നിന്നുള്ള പെട്രോൾ പമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളുണ്ട്, ഇത് വാങ്ങിക്കൊണ്ട് നടന്നു വരുന്ന ദൃശ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഈ കാറ് കത്തിയിട്ട് ഫോറൻസിക് നടത്തിയ പരിശോധനയിൽ ഇനി എന്തൊക്കെ രാസവസ്തുവിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്, എന്തൊക്കെ ഗന്ധങ്ങളുണ്ട്, അതെല്ലാം തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടി വരുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞ ഈ കേരള സമൂഹത്തിൽ നടക്കുന്ന വെറൈറ്റി, ഇതിലിപ്പോൾ ഒരു ക്രൈം ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താണെങ്കിലും അതിൽ തന്നെ ഒരു നമ്മൾ എന്താണ് ഈ സിനിമ സ്റ്റൈലിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്ന് പറയുന്ന ഒരു പ്രയോഗം പോലെ എന്തിനും ഒരു ഉത്തരം നൽകിക്കൊണ്ട് എന്തെങ്കിലും ഒരു അവശിഷ്ടം അവിടെ ബാക്കി ഉണ്ടാവും എന്നുള്ളത് തന്നെയായിരുന്നു ഈ കേസും തെളിയിച്ച്. അതെ, അതിപ്പോൾ ഇത്രയും ഈ CCTV ദൃശ്യങ്ങൾ കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ നോക്കുന്നത് ഈ എന്താണ്, ഇതെങ്ങനെ കത്തിച്ചതാണോ അതോ ഒഴിച്ചിട്ട് കത്തിച്ചതാണോ ദേഹത്തൊഴിച്ചിട്ട് കത്തിച്ചാണോ, അതെല്ലാം ഇപ്പൊ അറിയാൻ പറ്റുന്നു. ഇതിനെല്ലാം കൃത്യമായ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ ഈ ഭർത്താവായ രജിൻലാൽ ആശുപത്രിയിൽ നിന്ന് മോചിതനാകണം. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷൻ ഗുരുതരാവസ്ഥയിലാണ്. അതുകൊണ്ട് അയാളുടെ മൊഴി ലഭിക്കുക എന്നുള്ളതും പ്രയാസകരമാണ്. എന്താണെങ്കിലും വല്ലാത്ത ഒരു ദുരൂഹമാണ് ഈ സംഭവം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഈ സമീപകാലത്ത് കേരള മനസാക്ഷിയെ നടുക്കുന്ന ഇത്തരം സംഭവങ്ങളാണ് സമീപകാലത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.